Hello to everyone. ഞാൻ ഡോക്ടർ ഫ്രെഡി ജോസഫ് വർഗീസ്, ഇതെൻ്റെ വൈഫ് ഡോക്ടർ ഷെനിയ. ഞങ്ങൾ രണ്ടുപേരും മെഡിക്കൽ ഡോക്ടേഴ്സായിട്ട് മുംബൈയിൽ വർക്ക് ചെയ്യാണ്. ഐ ഓൾവേസ് പ്രിഫർ ടു ഗോ ഫോർ എ നോർമൽ ഡെലിവറി ഫോർ മൈ വൈഫ് because as we all know, healthcare has always turned out to be a business these days. So the corporate hospitals, they prefer more of C-section. So since I know, as being a medical doctor, I know when do we take a C-section, അല്ലെങ്കിൽ ഒരു C-sectionൻ്റെ ഡിസിഷൻ എടുക്കാനുള്ള ആ ഫൈനൽ കോൾ എപ്പോഴാണ്, അല്ലെങ്കിൽ ആ വിസിൽ എപ്പോഴാണ് ബ്ലോ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ആസ് എ മെഡിക്കൽ ഡോക്ടർ ഞങ്ങൾക്കറിയാം. പക്ഷേ പല കേസസിലും ഞാൻ ആസ് എ മെഡിക്കൽ ഡോക്ടർ ഞാൻ കണ്ടിട്ടുണ്ട്, the people just randomly go for a C-section, or they are being pressurized or advised to go for a C-section. So I prefer not to have it with my wife. So I always, right from the beginning of her pregnancy, I always told her that ഷെനിയ, നിനക്ക് ഒരു നോർമൽ ഡെലിവറി തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, നമുക്ക് അത് തന്നെ മതി എന്നുള്ള ചിന്തയിലായിരുന്നു ഞങ്ങൾ എപ്പോഴും ഇരുന്നത്. TMMൽ വന്നു പോയി കഴിഞ്ഞപ്പോൾ the experience that we received from Dr. Anu, Dr. Serin, അവരുടെ advice, they are reassuring because they never pressurized or they never compelled us like, you need to go for a C-section or you need to have a normal delivery. ഞങ്ങൾ പറഞ്ഞില്ല. They just told us that 99% we'll only go for a normal delivery. പക്ഷേ as a medical doctor, as the medical science suggests, if there is a last minute complication, then there is no other way out, we have to go for a C-section. സോ അങ്ങനെ ഒരു റീഅഷുറൻസ് എനിക്ക് ലഭിച്ചത് ആസ് എ ഹസ്ബൻഡ്, ബിക്കോസ് ഞാൻ മുംബൈയിലായിരുന്നു ആ സമയത്ത്. പക്ഷേ ഷെനിയുടെ ഡെലിവറി ആകുമ്പോൾ ഞാൻ മുംബൈയിലാണ്. അപ്പം ഷെനി ഇവിടെ ഒറ്റയ്ക്കായിരിക്കുമ്പം ദാറ്റ് അഡ്വൈസ് കൊടുക്കാനും കെയർ കൊടുക്കാനും എൻ്റെ ആബ്സെൻസിൽ ഹോസ്പിറ്റൽ സ്റ്റാഫ് ആയിരുന്നു, ഡോക്ടേഴ്സ് ആയിരുന്നു, ഗൈനക്കോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, എവ്രിബഡി വാസ് ഓൾവേസ് ദെയർ at their help. ഡെലിവറി സമയത്ത് എനിക്ക് നല്ല ഒരു പോസിറ്റീവ് ഗൈഡൻസ് അവിടുത്തെ സിസ്റ്റേഴ്സിൽ നിന്ന് എനിക്ക് കിട്ടുവാനിടയായി. സോ പോസ്റ്റ് നേറ്റൽ കെയർ ആയാലും ഇവിടെ ഞങ്ങളിപ്പോൾ 3 ദിവസമായി നല്ല നഴ്സസ് കെയർ ആയിക്കോട്ടെ, എനി ടൈം എമർജൻസി. ബിക്കോസ് ഒരു ന്യൂ മദർ ആകുമ്പം നമുക്കുള്ള ടെൻഷൻ, ഡോക്ടേഴ്സ് ആണെങ്കിൽ കൂടെ ഒരു മദറിനുണ്ടാകുന്ന ഒരു ടെൻഷൻ അതൊരു ഡിഫറെൻ്റ് ആണ്. പക്ഷേ ആ സമയത്തെല്ലാം നമ്മളെ പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യാൻ ഇവിടെയുള്ള ഓരോ ആൾക്കാരും പരിശ്രമിച്ചു എന്നുള്ളതാണ്. അതുപോലെ റൂംസ് എല്ലാം, ഫെസിലിറ്റീസ് ആണെങ്കിലും നല്ല ഫുഡായിക്കോട്ടെ, നമ്മൾ താമസിക്കുന്ന റൂം, അത് ക്ലെൻലിനെസ് എല്ലാം നല്ല എടുത്തു പറയത്തക്ക രീതിയിൽ തന്നെ ഉള്ള ഒരു നമുക്ക് ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ തന്നു. ഇറ്റ്സ് റിയലി അത് ഞങ്ങളുടെ ഡെലിവറിക്ക് ആയിക്കോട്ടെ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, അതുകൊണ്ട് എൻ്റെയും എൻ്റെ ബേബിയുടെയും ഇമ്പ്രൂവ്മെൻറ്റ് ഒത്തിരി ഫാസ്റ്റായിട്ട് നടന്നു എന്ന് തന്നെ ഞാൻ പറയാം. ഞാനിവിടെ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ ആദ്യം നോട്ട് ചെയ്തത് TMM തിരുവല്ല മെഡിക്കൽ മിഷൻ എഴുതിയതിൻ്റെ അടിയിൽ അതിൻ്റെ സ്ലോഗൻ എഴുതിയിരിക്കുന്നത് ഹോസ്പിറ്റൽ വിത്ത് ഗോഡ് സിഗ്നേച്ചർ. സോ ദാറ്റ് വി കുഡ് എക്സ്പീരിയൻസ് എല്ലാ സ്റ്റാഫ് ഗോഡ് സിഗ്നേച്ചർ, അത് എല്ലാ സ്റ്റാഫിൻ്റെ എല്ലാ സർവീസസിലും, അത് ഡോക്ടർ ആയിക്കോട്ടെ, കൺസൾട്ടൻ്റ് ആയിക്കോട്ടെ, പീഡിയാട്രീഷ്യൻ മീൻസ് നഴ്സിംഗ് സർവീസ് ആയിക്കോട്ടെ, ഹൗസ് കീപ്പിംഗ് ആയിക്കോട്ടെ, എന്താണെങ്കിലും ഈവൻ ഹോസ്പിറ്റാലിറ്റിക്കകത്ത് പോലും we could experience that the signature of God, that is love and compassion in each and everything that they did. So I would, as a family, definitely we would recommend to our family members who wish, who are looking forward to have the delivery done here, അല്ലെങ്കിൽ to our friends, well-wishers, ആരുമായിക്കൊള്ളട്ടെ, ഞങ്ങൾ ഡെഫിനറ്റ്ലി തിരുവല്ല മെഡിക്കൽ മിഷൻ ഈ ഹോസ്പിറ്റലിനെയും ഈ ഹോസ്പിറ്റൽ സർവീസസിനെയും നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നു. സോ കർത്താവ് ഈ സ്ഥാപനത്തെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. തുടർന്നും അനേകർക്ക് ഈ സ്ഥാപനം ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു.